സ്കൂൾ വർഷം അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം അല്ലെങ്കിൽ പഠിത്ത കാലഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ കാലഘട്ടം കഴിയുന്നത് വരെയും നമുക്കറിയില്ല അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം സമയം സ്കൂളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് കുട്ടികൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് പഠിക്കാനല്ല എന്ന് മാത്രം. എത്രയും പെട്ടെന്ന് ക്ലാസ് വിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്ന് ചില്ല് ചെയ്ത് ഒന്ന് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ കുറേ നേരം സ്കൂൾ ഗ്രൗണ്ടിലും കോളേജ് ഗ്രൗണ്ടിലും ഒക്കെ തത്തിക്കളിച്ച് അലഞ്ഞൊക്കെ നടന്നിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ്. സ്കൂൾ ടൈം അല്ല, ക്ലാസ് ടൈമിങ്ങുകൾ കൂട്ടുന്നു. അതായത് രാവിലെ 9:30 മുതൽ അല്ലെങ്കിൽ 9:15 മുതൽ വൈകിട്ട് 4:15 വരെ അല്ലെങ്കിൽ 4:30 വരെ സ്കൂളിൻ്റെ ടൈമിംഗ് അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ടൈമിംഗ് കൂട്ടുകയാണെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഒരു കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് ഒരു കുഞ്ഞും രാവിലെ ബെല്ലടിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി സ്കൂളിൽ പോകാറില്ല. വളരെ അപൂർവം കുട്ടികൾ മാത്രം. അതായത് 100 കുട്ടികളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70-85% കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്, അല്ലെങ്കിൽ ഉള്ളിൽ വിഷമത്തോടെയാണ് പോകുന്നത്. അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ ബെല്ലടിക്കുമ്പോൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടുന്ന കുട്ടികളാണ് കൂടുതലും. അല്ലാതെ അയ്യോ സ്കൂൾ ബെല്ലടിച്ചല്ലോ എനിക്ക് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞ ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ കാണാറില്ല, അല്ലേ? പക്ഷേ എന്തിനാണ് സർക്കാർ ഈ സമയം കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. പൗർണമി ആ വാർത്ത കേട്ടിരുന്നു. അതായത് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അരമണിക്കൂർ കൂടി കൂടുതൽ പഠിച്ചാൽ എന്താണ് കുഴപ്പം, അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, അവർക്ക് നിർബന്ധമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ശാരിക, ഈ സ്കൂളിൽ നമ്മൾ കുറേ അധികം സമയം ചെലവഴിച്ചത് കൊണ്ട് മാത്രം അതിനെ പഠനമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രയോജനമായിട്ടോ കാണാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. ഇപ്പം നമ്മൾ ഇപ്പം വിദേശത്തെയൊക്കെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ രാവിലെ നേരത്തെ ക്ലാസ് തുടങ്ങും. 3-4 മണിക്കൂർ അല്ലെ 5 മണിക്കൂറൊക്കെ ക്ലാസ്സുകളുള്ളൂ. അതിനുശേഷം അതായത് കുട്ടികൾക്ക് ഇഷ്ടംപോലെ സമയമാണ്, അവർക്ക് കളിക്കാം, പഠിക്കാം, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടെ ഫ്രീ ആണ്. പക്ഷെ നമ്മുടെ ഒരു നാട്ടിലെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് 4 മണി, 4:30, 5 മണി സ്പെഷ്യൽ ക്ലാസ്, അങ്ങനെ ഓരോരോ ക്ലാസ്സുകൾ പറഞ്ഞ് നമുക്ക് സമയം രാവിലെയും നേരത്തെ ചെല്ലേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവനിങ് ക്ലാസ്സുകൾ വെക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല സബ്ജക്ട്സും പോർഷൻ തീരാതൊക്കെ വരുമ്പോൾ ഓടിച്ചിട്ടുള്ളൊരു പഠിപ്പിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല ക്ലാസ്സുകളിലും ആ ക്ലാസ്സുകളിൽ ഒരു ടീച്ചറിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് കാണും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അഥവാ സമയം കൂട്ടണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയം കൂട്ടുന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിലുള്ള അത്രയും സ്റ്റുഡൻസിനെയും ആ ഒരു നിശ്ചിത സമയത്തിനകത്ത് അല്ലെങ്കിൽ ഈ കൂട്ടുന്ന സമയം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സമയത്ത് ഓക്കെ, നിങ്ങൾ ഇനി വീട്ടിൽ പോയി പുസ്തകം തുറക്കണ്ട, നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം ഈ ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് പഠിച്ചു തീർത്ത് നിങ്ങൾക്ക് പോവാം എന്നൊരു ഉറപ്പ് ഈ പറയുന്നവർക്ക് പറയാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാം. കാരണം പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണേൽ കളിക്കാൻ സമയമുണ്ട്, അവർക്ക് കുറച്ച് നേരം വായിക്കാൻ സമയമുണ്ട്, അല്ലെങ്കിൽ അവർ അച്ഛനും അമ്മയായിട്ട് ഇടപഴകാൻ സമയമുണ്ട്. ഓക്കെ, പക്ഷേ സ്കൂളിൽ നിന്ന് ഒരു ചുമട് ഹോംവർക്കുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. വീട്ടിൽ ചെന്ന് ഈ ഇത്രയും സ്പെഷ്യൽ ക്ലാസ്സും സമയവും എല്ലാം കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് വീട്ടിലെത്തിയതിന് ശേഷം പിള്ളേരൊന്ന് ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ കുളിക്കുന്നു, ഇതിനൊക്കെ ശേഷം ഹോംവർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഈ ഒരു പ്രഷർ അല്ലെങ്കിൽ ഈ ഒരു പഠനഭാരം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിട്ടാണ്. ഈ പഠനഭാരം മാത്രമല്ല, ഡെയിലി രാവിലെ ഈ ചെറിയ കുട്ടികൾ തൊട്ട് സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ബാഗ് ഒന്ന് പിടിച്ചു നോക്കണം ശാരിക. എത്ര വലിയ കനമാണ്. ഇപ്പം നമ്മളടക്കം പോയപ്പോൾ ഇത് നമ്മൾ അനുഭവിക്കേണ്ടതാണ്, ഇത് ഇങ്ങനെയാണ് എന്നുള്ളത്. അതായത് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പോയൊരു കുഞ്ഞിൻ്റെ ബാഗ് പിടിക്കുമ്പോൾ ആ കുഞ്ഞിനേക്കാളിലും ഭാരമാണ് ആ ബാഗിനുള്ളത്, അല്ലേ? രാവിലെ സത്യത്തിൽ ഇതിപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ, പുറത്തെങ്ങും നമ്മൾ പോകണ്ട പൗർണമി, നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ, ഞാൻ എൻ്റെ വീട്ടിലെ 1ാം ക്ലാസ്സുകാരൻ്റെ അവസ്ഥയാണെങ്കിൽ പൊക്കാൻ വയ്യ. എൻ്റെ മദറിന് അവനെ സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിടാൻ നേരത്ത് വലിയ കഷ്ടപ്പാടാണ്. ബസ് വരാറാകുമ്പോഴാണ് ആ ചുമടെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു 5 കിലോ അല്ലെങ്കിൽ 10 കിലോ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ 5 കിലോ എങ്കിലും മിനിമം കാണും. കാരണം അത്രയും ഭാരമാണ്. ഇത്രയും ബുക്കുകൾ എന്തിനാണ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ബുക്സ് ആയിക്കോട്ടെ, പക്ഷെ ഇവർക്ക് ഇത് ക്രമീകരിക്കാൻ പറ്റും. ഇപ്പൊ ടൈം ടേബിൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിന്റെ അണ്ടറിലാണല്ലോ ഓരോ ദിവസവും വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മലയാളം, മാത്സ്, ഇപ്പൊ പല ടെക്സ്റ്റുകളും നമ്മൾ ശ്രദ്ധിച്ചു. ഇപ്പൊ CBSE ICSE ഒക്കെ ആണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും അങ്ങനെ ആക്കാം. ഒറ്റ ടെക്സ്റ്റിലും 3-4 സബ്ജക്ട്സുകൾ കൊടുക്കുക. അത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, ടേം 1, ടേം 2, ടേം 3 ആയിട്ട് ഓരോ ടേമിലുമാണ് ആ ബുക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഒറ്റ ടെക്സ്റ്റിൽ അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു ടെക്സ്റ്റിലുള്ള വിഷയങ്ങൾ മാത്രം ആ ടൈം ടേബിൾ ആ ദിവസം ക്രമീകരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം, അതായത് പീരീഡ്സ്, നമ്പർ ഓഫ് പീരീഡ്സ് കൂടുതൽ കാണും, കുറച്ച് സമയം കൂടുതൽ പഠിപ്പിക്കാം, അപ്പോൾ കണ്ടിന്യൂറ്റിയും കിട്ടും. അതിനുശേഷം അടുത്ത ദിവസം അതേ സബ്ജക്ട്സ് അങ്ങനെ വേണമെങ്കിൽ ഇതിനെ ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതൊരു എളുപ്പമാണ്. അതായത് ഇത്ര ടെക്സ്റ്റ് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഒരു ഭാരത്തെ നിയന്ത്രിക്കാനും അങ്ങനെ ചെയ്യുന്നതിലൂടെ
സാധിക്കും അല്ലേ? അതെ. അപ്പോൾ ഈ ടൈം കൂട്ടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഇപ്പം മന്ത്രി ശിവൻകുട്ടി വളരെ വേഗമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, വേണമെങ്കിൽ കൂട്ടണ്ട. അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പാരൻസിൻ്റെ അനുസരിച്ച് കുഞ്ഞുങ്ങളെ നോക്കാനും വിദ്യാഭ്യാസ സമ്പ്രദായം ചെയ്യിക്കാനുമായിരുന്നെങ്കിൽ അവനെൻ്റെ വീട്ടിലൊരു ക്ലാസ് റൂം ഉണ്ടാക്കി അത് ചെയ്താൽ പോരെ. എന്തിനാണ് നമ്മളെല്ലാം കുഞ്ഞുങ്ങളെ ഗവൺമെൻറ് സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ CBSE IC സ്കൂളുകളിലേക്കൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ബുദ്ധിമുട്ട് വിടുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു നിരുത്തരപരമായിട്ടുള്ള ഒരു മറുപടിയാണ് പുള്ളി പറഞ്ഞതെന്ന് എനിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അരമണിക്കൂർ കൂട്ടിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് കുറയ്ക്കാം, വേണമെങ്കിൽ കൂട്ടാം. അതെന്താണ്? അപ്പം ആർക്ക് വേണ്ടിയാണ് സമയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്? കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ലേ വിദ്യാഭ്യാസ വകുപ്പ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെന്നാണ് ഇവർ വാദിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ ഇല്ല എന്തിനാണ് കൂട്ടുന്നത്. അതിപ്പം ടീച്ചർമാർ പറയുന്നത് പോർഷൻസ് തീരുന്നില്ല. എന്തുകൊണ്ട് പോർഷൻസ് തീരുന്നില്ല? അതിൻ്റെ ഇടയ്ക്ക് അവധികൾ. ഇപ്പോൾ അവധികൾക്ക് പകരം ഇപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞ ശനിയാഴ്ചകൾ ക്ലാസ് ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്നതാണ്. ഇന്നിപ്പോൾ ഇത്ര ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസങ്ങളായിട്ടാണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കുറെ കൂടെ പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ അത് കൊടുക്കാം. ഇപ്പോൾ പൗർണമി പറഞ്ഞതുപോലെ ആ കുഞ്ഞുങ്ങൾ വീട്ടിൽ പോയി ഒന്നും പഠിക്കേണ്ട, ഞങ്ങൾക്ക് സ്കൂൾ ഇഷ്ടമാണ്, സ്കൂളിൽ അത്ര പൊള്ളിയായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് ഗവൺമെൻറ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ വന്നാൽ അവർ അവിടെ സ്പെൻഡ് ചെയ്യുന്ന അത്രയും ടൈമും അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആന്തരികവുമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള ശക്തികൾ വികസിപ്പിക്കുകയും അതിലൂടെ പോർഷൻസ് തീർക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്കെങ്കിൽ ഈ പറഞ്ഞത് ഓക്കെ. അതല്ലെങ്കിൽ ഇതൊരു അട്ടർ ഫ്ലോപ്പ് അല്ലേ? തീർച്ചയായും. ഇപ്പം നമ്മുടെയൊക്കെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 90% പേരൻസും പറയുന്നത് ഈ ഒരു ടൈം കൂട്ടുന്നതിനെ പറ്റി എനിക്കൊന്ന് ഈ ജോലിയുള്ളവരെ വിചാരിച്ചായിരിക്കും ഈ സപ്പോർട്ട് കിട്ടും എന്നായിരിക്കും കരുതുന്നത്. എന്നാൽ പോലും നമ്മുടെ ആ ഒരു കുഞ്ഞുങ്ങളുടെ വളർച്ചയും അവരുടെ ആ ഒരു ഈ പ്രായത്തിൽ അവർ അനുഭവിക്കേണ്ട ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പഠനം മാത്രമല്ല, അതിന് പാരലായിട്ട് അവർക്ക് കളിക്കാൻ പോകണം. നമ്മളെപ്പോഴും പറയുമല്ലോ ഫുൾ ടൈം മൊബൈൽ ഫോണിലാണ് കുട്ടികളെന്ന്. എന്തുകൊണ്ടാണ് അവർ അതിലേക്ക് ഒതുങ്ങി പോകുന്നത്? കാരണം ഈ സ്കൂളും പഠിത്തവും ട്യൂഷനും എല്ലാം കഴിഞ്ഞിട്ട് അവർ വരുമ്പോൾ ഒരു സമയമാവും. ആ സമയം എന്ന് പറയുന്നത് ഇരുട്ടാവും. പിന്നെ കളിക്കാൻ പുറത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാവും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ മൊബൈൽ അല്ലാതെ ഇപ്പോൾ പേരൻസ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവർക്ക് കുട്ടികളുമായിട്ട് കളിക്കാൻ പറ്റുന്നതിന് പരിമിതി കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മൊബൈൽ ഫോണിൻ്റെ സഹായം ഇവർ തേടും. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അതൊരു വലിയ പ്രശ്നമാണ്. ശരിക്കും അവർ പറയുന്നുണ്ട്, ഈ ടീച്ചേഴ്സ് തന്നെ പറയുകയാണ്, നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പഠിക്കണം. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ടീച്ചർ ഹോംവർക്ക് തന്നു, അവർ ഇത് പഠിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് സ്കൂളുകളിൽ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെയാണ്. ആ കുട്ടികൾക്ക് ക്ലാസ്സിലിരുന്നത് മനസ്സിലാക്കാൻ പറ്റാതെ വീട്ടിൽ വന്ന് പേരൻസ് പഠിപ്പിച്ചു കൊടുക്കാനും മറ്റൊരു ട്യൂഷൻ നൽകി പഠിക്കാനുമാണെങ്കിൽ ശരിക്കും സ്കൂളിലേക്ക് വിടേണ്ട ആവശ്യം എന്താണ്? അവിടെ ഒരു ടീച്ചറിന് നിയന്ത്രിക്കാൻ പറ്റുന്ന അത്ര വിധത്തിലുള്ള ഒരു ക്ലാസ് റൂമിലേക്ക് ആ ഒരു അത്രയും രീതിയിലൊരു ഇപ്പം നമുക്ക് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. ഓരോ ഡിവിഷനിലും ചിലപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഒരു 70 സ്റ്റുഡൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനെ 35 ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തു. അപ്പോഴും 35 കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. എങ്കിൽ പോലും ഒരു ടീച്ചർ ആവുമ്പോൾ അത്യാവശ്യം എല്ലാ കുട്ടികളുടെ അടുത്തും കണ്ണെത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ടീച്ചേഴ്സും പഠിക്കുന്ന കുട്ടികളെ അങ്ങ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലാത്ത കുട്ടികൾ ബാക്കിൽ. അതല്ല, ആ ഒരു രീതി മാറി എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നാൽ ട്യൂഷൻ എന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങ് ഇല്ലാതായിക്കോളും. തീർച്ചയായിട്ടും. കാരണം ഈ നമ്മുടെ ടീച്ചർമാർ പറയുന്ന, ഞാൻ പല സ്കൂളുകളിലും കണ്ടിട്ടുണ്ട്, കോപ്പിയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഒരുമാതിരി ഏതോ തരത്തിൽ എഴുതിയിട്ട് അവർ തെറ്റെഴുതുന്ന പോലും തിരുത്തി കൊടുക്കാത്ത ടീച്ചർ CBSE സ്കൂളുകളിൽ ഉണ്ട്, ഗവൺമെൻറ് സ്കൂളുകളിലും ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു ന്യായമാണ്, നിങ്ങൾക്ക് കുറച്ചൊന്ന് ശ്രദ്ധിച്ചുകൂടെ? ഞങ്ങളുടെ ക്ലാസ്സിൽ 25-40 കുട്ടികളുണ്ട്. എന്തിനാണ് 40 കുട്ടികൾ ഉള്ളിടത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ശ്രദ്ധിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു അധ്യാപകരുടെ നയമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൂടാതെ അത്രയും എഫേർട്ട് എടുത്ത് വീട്ടിലിരുന്നും വീട്ടുകാർ പഠിപ്പിക്കണം. അത്ര എങ്കിൽ പിന്നെ സ്കൂളിൻ്റെ ആവശ്യമില്ലല്ലോ, കുറച്ച് എഫേർട്ട് എടുത്താൽ മതി. അതായത് ഒരു 5 മണിക്കൂർ സ്കൂൾ വിടുന്ന നേരത്ത് 2 മണിക്കൂർ വീട്ടിൽ നിന്ന് എഫേർട്ട് എടുത്താൽ കുഞ്ഞുങ്ങളെ സൂപ്പറായിട്ട് പഠിപ്പിച്ചു വിടാൻ പറ്റും. പക്ഷേ അതല്ല നമ്മൾ ചിന്തിക്കുന്ന, കുഞ്ഞുങ്ങൾ പുറത്ത്, നമ്മുടെ ഒരു നോർമൽ മലയാളികളുടെ ചിന്തയാണ് ഞാൻ പറഞ്ഞത്, പുറത്ത് പോകണം, അവരെല്ലാ തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, അവർ ആ ഒരു ലെവലിൽ പോകണം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ താല്പര്യപ്പെടുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആ ഒരു ഉത്തുംഗ ശൃംഗം കണ്ടതുകൊണ്ടല്ല. നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ ശൃംഗത്തിൽ കുറേയധികം പോരായ്മകളുണ്ട്, ഇതൊന്നും അല്ല നടത്തേണ്ടിയിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന വിപ്ലവകാരികളായിട്ടുള്ള പാരൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. സോ നമ്മളത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷെ അക്കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് കുറെ കൂടെ ഭാരം. ഇന്നും കുഞ്ഞുങ്ങൾ സ്കൂൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടില്ല. ഇന്നും ഏത് കുഞ്ഞിനെയാണ് സന്തോഷം? ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പണ്ടത്തെ പോലെയല്ല മറ്റേ നവാഗതർക്ക് സ്വാഗതം എന്ന് പണ്ട് കോളേജ് മാത്രമായിരുന്നു. ഇന്ന് സ്കൂളുകളിൽ മറ്റേ ഫ്രഷേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. ലഡു വിതരണവും ബാഗ് വിതരണവും മറ്റേ കുട വിതരണവും ഒക്കെ ആയിട്ട് ഗവൺമെൻറ് സ്കൂളിൽ നല്ല അടിപൊളി ആഘോഷങ്ങളാണ് ഒന്നാമത്തെ ദിവസം. പക്ഷേ അത് അവസാനത്തെ അവർ 10ാം ക്ലാസ് വരെ പഠിക്കുന്നെങ്കിലും ആ 10ാം ക്ലാസ് വരെ അവർക്ക് സന്തോഷം നിലനിർത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂളുകാർക്കും ഉണ്ട്. പക്ഷേ അത്
ഇങ്ങനെ ടൈം കൂട്ടുമ്പോൾ ആ ടൈമിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് കൂടെ പറയാനുള്ളൊരു ബാധ്യത സ്കൂളുകാർക്കും വിദ്യാഭ്യാസ വകുപ്പിനും ഉണ്ട്. ഇപ്പം പറഞ്ഞ പോലെ ഒരു ഉച്ച വരെ പഠിപ്പിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞുങ്ങൾക്ക് ആയോധനകൾ പഠിപ്പിക്കാം, അതോടൊപ്പം അവർക്ക് ആർട്ടുകൾ പഠിപ്പിക്കാം, വർക്ക് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിക്കാം. ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുന്നതിന് പകരം പോർഷൻസ് തീർക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ 9 മണി തൊട്ട് അല്ലെങ്കിൽ രാവിലെ 8:30 തൊട്ട് വൈകുന്നേരം 5:30 വരെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു രീതി, അതൊരു അട്ടർ ന്യൂസൻസ് ആൻഡ് നോൺസെൻസ് ആണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. തീർച്ചയായും. സോ അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഉതകുന്ന രീതിയിൽ അവരെ നല്ലൊരു സമൂഹത്തിലെ വ്യക്തിയായിട്ട് രാജ്യത്തിൻ്റെ വികസനത്തിന്, സ്വന്തം വ്യക്തിത്വ വികസനത്തിനും പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക.